ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരു ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതായത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇമോഷൻസ്, അതായത് നമ്മുടെ വൈകാരിക തലത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനും അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താനും കഴിയാൻ പറ്റാത്ത ഒരു അവസ്ഥ. നമ്മൾ നേരത്തെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ആദ്യകാലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതെങ്ങനെ ഉരുവാകുന്നു എന്ന കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ജനിതക തരത്തിൽ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അവരുടെ ക്യാരക്ടേഴ്സിനെ ഡിവലപ്പ് ചെയ്യുന്ന രീതിയിലായിരുന്നു സാഹചര്യങ്ങൾ. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അവർക്കൊരു വാക്വം ഫീൽ ചെയ്യുന്നതാണ്. അതായത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും ഉൾക്കൊള്ളുന്നില്ല, എനിക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ തൃപ്തിയുള്ളതല്ല. അപ്പം എനിക്ക് ആ തൃപ്തി അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അവർക്കും എന്നെ അത്ര അപ്പീലിംഗ് ഒന്നും ആകുന്നില്ല. അപ്പോൾ തോന്നലാണ്. ഇത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകളിലെല്ലാം ഈ മുഴച്ചു നിൽക്കുന്ന കാര്യങ്ങൾ അവരുടെ ഒരു തോന്നലാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ കൂടുതലും നമ്മൾ പറയും ഇങ്ങനെ എനിക്ക് സ്നേഹം എന്താ, എന്നെ ഒന്ന് ശ്രദ്ധിക്ക് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലും ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ആ ഒരു നമുക്ക് കാണുന്ന രീതിയിൽ അല്ലെ പ്രകടിതമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ കാണുന്നത് ഏകദേശം ഒരു ലേറ്റ് അഡോളസെൻസ് ആൻഡ് ഏർലി അഡൾട്ട്ഹുഡിലാണ്. ഞാൻ ഓർക്കും എൻ്റെ അടുക്കൽ വന്നൊരു കേസിൽ, അപ്പോൾ ഈ കുട്ടിയുടെ അമ്മയാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവരാനുള്ള കാരണം പുള്ളിക്കാരത്തി കുറെ ഗുളിക എടുത്ത് കഴിച്ചു. അത് ആരോ ആയിട്ട് ഇച്ചിരി തെറ്റിപ്പിരിഞ്ഞു റിലേഷൻഷിപ്പ്. ഒരു റൊമാൻറ്റിക് അഫെയർ ഉണ്ടായിരുന്നു, അയാളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. അയാളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ ഗുളിക എടുത്ത് കഴിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ കഥകിൽ ആരോ മുട്ടുന്നു. അപ്പം നമ്മുടെ സ്റ്റാഫ് വേറൊരു ചെറുക്കൻ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ചെറുക്കൻ കൂടി നിൽപ്പുണ്ട്. ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇവളുടെ ആദ്യ കാമുകനാ അത്. അപ്പൊ അവൻ്റെ അടുക്കേന്ന് ഭയങ്കര വിഷമിച്ച് അവൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കേ ചെന്ന് അങ്ങനെ കുറെ വിഷമം പറഞ്ഞപ്പോൾ അവനിങ്ങനെ ആശ്വസിപ്പിച്ചു. പിന്നെ അവൻ്റെ കൂട്ടായി. അപ്പൊ അവര് തമ്മിൽ റിലേഷൻഷിപ്പായി. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ അടുക്കൽ തന്നെ വന്ന് ഇവൻ്റെ കുറ്റമൊക്കെ പറഞ്ഞു. പക്ഷേ ഇവൻ കുറച്ച് സ്റ്റേബിളായിട്ട് നിന്നുകൊണ്ട് വേറൊരാളുടെ അടുക്കൽ പോയി ഇങ്ങനെ കുറേ സ്ഥലത്ത് നടക്കുവാണ്. അപ്പൊ വേറെ ആരോ പറഞ്ഞറിഞ്ഞു ഇവള് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഇവൻ പറഞ്ഞു സിസ്റ്റർ എന്നെ വിളിച്ചിട്ടൊന്നും അല്ല, പക്ഷേ സിസ്റ്റർ ഇവള് ഭയങ്കര വഞ്ചകിയാ, ഒരു 5-6 പേരെ തേച്ചിട്ട് നടക്കുന്നതാണ്, അതൊന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്നോട് പറഞ്ഞു. അപ്പം ആക്ച്വലി ഇതൊക്കെ ശരിക്കുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവർക്കൊരു റിലേഷൻഷിപ്പ് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ തന്നെ ഇവർക്ക് ഈ സൂയിസൈഡൽ ആക്ടിവിറ്റീസ്, അതായത് ഞാനിപ്പോൾ ചത്തുകളയും, നിങ്ങൾ എന്നെ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു കളയും. ഇപ്പൊ പലപ്പോഴും എനിക്ക് തന്നെ ഈ കോളേജ് കുട്ടികളുടെ ഇടയിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളില് എവിടെയെങ്കിലുമൊക്കെ ഈ BPD-കാരുടെ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ ഇൻഫ്ലുവൻസ് കാണും. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരാളുണ്ടാകും, അയാൾ ആ ഗ്രൂപ്പിനെ ഒന്ന് നമ്മൾ പറഞ്ഞൊന്ന് ഡിസ്റ്റോർട്ടഡ് ആക്കും. പക്ഷേ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ അവയർനെസ് കിട്ടുന്നത് കൊണ്ട് കുറെ പേർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ പറയാം നിനക്ക് EUPD എന്ന് പറഞ്ഞാൽ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒരു കുടുംബമായിട്ടൊക്കെ കുടുംബം തന്നെയല്ല കേട്ടോ, സമൂഹങ്ങളിലാണെങ്കിൽ പോലും ഇതുപോലെയുള്ള ട്രെയ്റ്റുകൾ ഉള്ളവരുടെ കൂടെ ജീവിക്കുക വളരെ പ്രയാസമാണ്. ഇനി നമ്മൾ അവരുടെ ഒരു കാര്യം എടുത്ത് നോക്കിക്കേ. ഇപ്പം നമ്മൾ ഒരിടത്തേക്ക് ചെല്ലുന്നു, അവർ നമ്മളോട് പെരുമാറുന്ന ആത്മാർത്ഥത ഇല്ലാതെയാണെന്ന് തോന്നുക, അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുക, അവർ നമ്മളെ യൂസ് ചെയ്യുകയാണെന്ന് തോന്നുക, നമ്മുടെ ആ വിഷമം ഫീലിങ്സ് എങ്ങനെയായിരിക്കും? ദ സെയിം വേ അവർക്കത് റിയൽ ആയിട്ട് ഫീൽ ചെയ്യുവാണ്.
നമ്മൾക്കിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓക്കെ വേറൊരാൾക്ക് അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വളരെ ഒബ്ജക്റ്റീവായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ സബ്ജക്റ്റീവ്ലി നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിനെ അവരനുഭവിക്കുന്ന ഒരു അസ്വസ്ഥത. യെസ്, അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെ നമ്മുടെ കൈകളിലേക്ക് എടുക്കുമ്പോൾ അയാളെ ഒരു സബ്ജക്റ്റീവായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്, ഒരു എംപത്തറ്റിക് അപ്രോച്ച് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അയാൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ട്. ഇനി അയാളുടെ കൂടെയുള്ളവരെ നമ്മൾ ഈ എംപത്തറ്റിക് അപ്രോച്ചിൽ എടുക്കുമ്പോൾ നമുക്ക് തോന്നും അവരെന്തോരം സഹിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ സപ്പോർട്ട് ചെയ്യണോന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ശരിക്കും നമുക്കൊരു ശാസ്ത്രീയപരമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള ആ ഒരു പ്രൂഡൻസോട് കൂടി നമ്മൾ ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുള്ളത്. അപ്പം ഇതിനൊക്കെ ആദ്യമായി തന്നെ നമുക്ക് വേണ്ട അവയർനെസ് ആണ്, ഇതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ. ഇനി ഇത് എൻഡിങ് അല്ല. ഇപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ, ഓക്കെ, നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ജനറ്റിക് കോമ്പണന്റ് എടുത്തു മാറ്റാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഒരാളത് മനസ്സിലാക്കി കഴിയുവാണ്, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം, ഇന്നൊരു കാര്യം എനിക്കൊന്ന് ഹാബിച്വലാക്കി ശീലമാക്കി എടുക്കണം എന്ന് തോന്നി അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുകയാണ്. അപ്പം അതിനുള്ള ചില തെറാപ്പി വിധങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം DBT പോലെ, ഡയലക്റ്റിക് ബിഹേവിയർ തെറാപ്പി, അതായത് സെൽഫ് വാലിഡേഷൻ. നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ തോട്ടിനെയൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് വാലിഡേറ്റ് ചെയ്യുക. മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. അതെ, അവരെ കൊണ്ട് തന്നെ അത് ചിന്തിപ്പിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ കൂടെ ജീവിക്കുന്നവരോട് ഇങ്ങനെ അവർക്കൊരവസ്ഥയുണ്ട്, അപ്പൊ പറയുന്നതിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, എല്ലാം അതുപോലെ ഒരു പാവയെ പോലെ അല്ലെങ്കിൽ റോബോട്ടിനെ പോലെ അവരുടെ കൂട്ടത്തിൽ പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഇതിനേക്കാൾ കൂടുതൽ വേഴ്സൺ ആകുന്ന ഒരു കണ്ടീഷൻ കുടുംബത്തെക്കാൾ കൂടുതലായിട്ട് ഒരു സിസ്റ്റത്തിലാണ്. ഹൈറാർക്കിക്കലായിട്ടിരിക്കുമ്പോൾ ഏറ്റവും മേളിലുള്ള ഒരാൾ, അല്ലെങ്കിൽ അതിനെ ലീഡ് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു അധികാരപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഇതുമൊക്കെ നമ്മൾ ഒത്തിരിയേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെയൊക്കെ കുറച്ചുകൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്.